Good morning, all. Good morning, Miss. Good morning, Miss. Good morning, Miss. Okay. Miss പുതിയ ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം എടുത്തേലേ ഒരു സെക്ഷൻ പറഞ്ഞുതരാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ അതൊന്നും എടുത്തുതരാണ്. ഹോസ്പിറ്റൽ ഫാർമസിയിലെ മെഡിക്കേഷൻ പ്രൊസീജിയർ എടുത്തുതരാൻ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറയാൻ. സെക്കൻഡ് മൊഡ്യൂൾ ഇല്ലേ? മെഡിക്കേഷൻ പ്രൊസീജിയർ എന്താരൊന്നും പറയാതെ? ഗുജി പറയണ്ടേ? മെഡിക്കേഷൻ പ്രൊസീജിയർ ക്ലിയർ ആണോ? പറയണം. ഫാർമസിയിലെ ആണ് കേട്ടോ മിസ് പറയുന്നത്. അശ്വതി, ഓക്കെ. മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദി ക്യാബിനോട് വാർഡ്. എന്താണ് മെഡിക്കേഷൻ പ്രൊസീജിയർ? IPDയിലെ ക്യാബിനിൽ, അതായത് റൂമുകളിലേക്ക് അതല്ലെങ്കിൽ വാർഡുകളിലേക്കുള്ള മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ്, മരുന്നുകൾ കൊടുക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? Doctors write the prescription. The nurse transcribe the prescription by electronic machine onto the KISS. നമ്മൾ റൗണ്ട്സിന് വരുമ്പോ നമുക്കറിയാം ഡോക്ടർ എങ്ങനെയാണ് മരുന്ന് എഴുതി തരുന്നത്. നമ്മുടെ ഫയലിൽ അല്ലെ എഴുതൂല്ലേ? അല്ലെ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിലായിരിക്കും, നമ്മുടെ ഫയലിലുള്ള ആ ഫോമിലായിരിക്കും അല്ലെ ഡോക്ടർ മരുന്ന് എഴുതുന്നത്. വാർഡിൽ അല്ലെങ്കിൽ റൂമിലേക്ക് വരുമ്പോ അല്ലേ? ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരും. The nurse transcribe the prescription by electronic machine onto the KISS. എന്ത് ചെയ്യും? ആ നഴ്സ്, ഡോക്ടർ കൂടെ വരുന്ന നഴ്സ് ഉണ്ടാവും, ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും അല്ലെ? ആ നഴ്സ് എന്ത് ചെയ്യും? അതല്ലെങ്കിൽ വാർഡിലുള്ള നഴ്സ് എന്ത് ചെയ്യും? ആ ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്ത് കയറ്റുന്നു. At the pharmacy department, administration staff by using electronic machine nurses electronic request for the medicine onto a printed medication order sheet. എന്ത് ചെയ്യുന്നു? അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? ആ ഡോക്ടർ ഈ മെഡിസിൻ നഴ്സ് എൻ്റർ ചെയ്തിരിക്കുന്ന മെഡിസിന്റെ കോപ്പി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഈ നഴ്സ് എൻ്റർ ചെയ്ത് കയറ്റിയിട്ടുണ്ട് അല്ലെ? അതിന്റെ കോപ്പി ഒരെണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യും? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നൽകുന്നു. ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ എന്നാണ് കേട്ടോ. മെഡിക്കേഷൻ ഫ്രം ദ ഷെൽഫ്. മീഡിയൻ ടൈം എന്നല്ല, മെഡിക്കേഷൻ ഫ്രം ദ ഷെൽഫ് ടു ദ ഡിസ്പെൻസിംഗ് ടേബിൾ ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ. എന്ത് ചെയ്യും? ഡിസ്പെൻസിങ്ങിന് നിൽക്കുന്ന അല്ലെ, എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു, ഫാർമസിസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു അല്ലെ? അവരെന്ത് ചെയ്യും? ഈ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ നോക്കിങ്ങാണിട്ട് മെഡിസിനുകൾ എടുക്കും. ഫിസിക്കലി ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല, അതിൽ നോക്കിങ്ങാണ്ട് അതിൽ നിന്ന് മെഡിസിൻ എടുക്കും. Then medicine should be kept
kept in a small medication cart along with the printed medication. അവരെന്ത് ചെയ്യും, ഈ പ്രിസ്ക്രിപ്ഷൻ ചിട്ടി നോക്കി കാണട്ടെ സ്റ്റോർ ചെയ്യുന്ന മെഡിസിൻ ഒക്കെ എടുത്ത് കാണട്ടെ അവരെന്ത് ചെയ്യും, ഒരു ചെറിയ ട്രേയിൽ അല്ലെ സ്റ്റെയിൻലെസ് ട്രേയിൽ എന്ത് ചെയ്യും, ഈ പ്രിന്റഡ് മെഡിക്കേഷൻ ചിട്ടിനോടൊപ്പം ഈ മെഡിസിൻ അവരെടുത്ത മെഡിസിനുകൾ കൂടി വെക്കുന്നു. ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ എന്ത് ചെയ്യും, അതിനുശേഷം ആ ട്രേയിൽ വെച്ചിരിക്കുന്ന മെഡിക്കേഷൻ ചിട്ടും ആ മെഡിസിനും കൂടി എന്ത് ചെയ്യുന്ന ഫാർമസിസ്റ്റ് അല്ലെ ഡിസ്ട്രിബ്യൂഷൻ ഇരിക്കുന്ന ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. എന്നല്ലേ കറക്റ്റ് മെഡിസിൻ ആണോ എടുത്ത് തന്നത് അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ, കറക്റ്റ് എണ്ണം ഉണ്ടോ അല്ലെ ക്വാണ്ടിറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങള് ചെക്ക് ചെയ്ത് നോക്കുന്നു. After verifying proper dispensing, pharmacy aid bag all the medication into bag, patient weighs and stick to the medication order along with it. എന്ത് ചെയ്യുന്നു, ആ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്ന ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം ഫാർമസി എയ്ഡ് ബാഗ് അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കാപ്പി ഒരു ബ്രൗൺ കളറിലെ പാക്കറ്റ് നമുക്ക് മെഡിസിൻ ഇട്ടിരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേ? അപ്പൊ ആ മെഡിസിന് അതിലേക്ക് ഇട്ടും കാണിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നില്ലെങ്കിൽ ചിലപ്പോ ആ പേഷ്യന്റിന്റെ പേരൊക്കെ എഴുതി തരും. എന്നിട്ട് എന്ത് ചെയ്യും, അതോടൊപ്പം ഈ പ്രിന്റഡ് ഷീറ്റ് ഈ മെഡിക്കേഷന്റെ അല്ലെ പ്രിന്റഡ് ഷീറ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റാപ്ലെയർ ഒക്കെ ഒട്ടിച്ച് വെക്കുന്ന കണ്ടിട്ടുണ്ടോ, തരുന്ന കണ്ടിട്ടുണ്ടോ മാറിപ്പോവാതിരിക്കാൻ. അപ്പൊ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് തരുന്നു. ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ എവിടെയാണ് പറയുന്നത്, after verifying proper dispensing, pharmacy aid bag all the medication into bag and stick to the medication order along with it. ഇപ്പൊ ഫാർമസിയിൽ നിന്ന് നമുക്ക് മെഡിസിൻ ഒക്കെ എഴുതി തന്നിട്ട് ഓരോ മെഡിസിനുകൾ അല്ലെ ഇപ്പൊ ചിലപ്പോ 2 ടൈപ്പോ അല്ലെങ്കിൽ 3 ടൈപ്പോ മെഡിസിനുകൾ ഉണ്ടാവാം ഇല്ലേ, അവരെന്ത് ചെയ്യും, ബ്രൗൺ കളറില്ല പാക്കറ്റ് ഇല്ലേ ഫാർമസിയിലെ മരുന്ന് തരുന്ന പാക്കറ്റ് കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും. അപ്പൊ അതിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യും, പേര് എഴുതും അല്ലെ ഇന്ന ടൈമിൽ ഇന്ന മെഡിസിൻ ആണെന്ന്. രാവിലെ ഉച്ചക്ക് രാത്രി എന്ന് പറഞ്ഞതിലുണ്ടാവും. അപ്പൊ അതും ഇങ്ങനെ അവരടയാളപ്പെടുത്തി തരും അല്ലെ ഇല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോ പേരൊക്കെ എഴുതി തരും, പേഷ്യന്റിന്റെ പേര് എഴുതി തരാറില്ലേ മാറിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള അതാണ് ഉദ്ദേശിക്കുന്നത് ഫാർമസി എയ്ഡ് ബാഗ്. ആ ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ കാണുന്ന ആ ബാഗിനെയാണ് ഇതിനെയാണ് ബ്രൗൺ എയ്ഡ് ബാഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന ആ മരുന്നുകൾ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം ഈ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ ബാഗിൽ ഇട്ടുങ്ങാണിട്ട് നമ്മുടെ മെഡിക്കേഷൻ ഓർഡർ ഉണ്ട് അല്ലെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ നിന്ന് കൊണ്ടുകൊടുത്ത പ്രിന്റഡ് കോപ്പി ഇല്ലേ മെഡിക്കേഷന്റെ, അത് ഇതോടൊപ്പം സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നു. സ്റ്റിക്ക് ചെയ്യാൻ മിക്കോട്ട് എന്തായിരിക്കും, സ്റ്റാപ്ലർ ചെയ്ത് വെക്കുന്നതായിരിക്കും അല്ലെ. സ്റ്റാപ്ലർ എഴുതി ഒട്ടിച്ച് വെക്കും, പറയാൻ പറ്റൂല പെട്ടെന്ന് തന്നെ ആ പ്രിന്റഡ് കോപ്പി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന പേഷ്യന്റിന്റെ മെഡിസിൻ ആണെന്ന് അല്ലേ. ഇങ്ങനെ തരുന്ന ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരോരോ പാക്കറ്റിലാക്കിങ്ങാണ്ട് ഈ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിനൊപ്പം ഒന്നിച്ചാക്കിയിട്ട് സ്റ്റാപ്ലർ ചെയ്യുന്നത്. നമ്മ ഈ അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോ കണ്ടിട്ടില്ലേ, എന്താണ് 3 4 ഷീറ്റ് ഉണ്ടാവും അല്ലെ. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒറ്റക്കൊരു സെക്ഷൻ ആക്കി വെക്കും അല്ലേ, സ്റ്റാപ്ലർ ചെയ്ത് ഒന്നിച്ചാക്കി വെക്കും. അതേപോലെ എല്ലാ മെഡിസിനുകളും ഈ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിന്റെ ഒപ്പം എന്ത് ചെയ്യും, ഒരുമിച്ചാക്കി സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നു. ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി. എന്ത് ചെയ്യുന്ന, ലേബലിംഗ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതാക്കേണ്ടതുണ്ടെങ്കിൽ അവരെന്ത് ലേബലിംഗ് ചെയ്യുന്നു. സബ്മിറ്റ് ദ മെഡിക്കേഷൻ പേഷ്യന്റ് വൈസ് ടു ദി നഴ്സ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ. എന്താണ്, ഓരോ ഫ്ലോറിലും ഓരോ അതിന് അക്കൗണ്ടബിൾ ആയ ഉത്തരവാദിത്തമുള്ള നഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഫാർമസിയിൽ നിന്ന് മെഡിസിനുകൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട്, റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇല്ലേ ഹെഡുകൾ ഉണ്ടായിരിക്കും. ഈ റിസീവ് ചെയ്ത് കാണിട്ട് ഓരോ വാർഡുകളിൽ കൊണ്ടു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടായിരിക്കില്ലേ, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള നഴ്സ് എന്ത് ചെയ്യുന്നു, ഫാർമസി ചെന്നിട്ട് ഓരോ പേഷ്യന്റ് വൈസ് മെഡിസിനുകള്
വാങ്ങിക്കുന്നു. The nurse receive medicine from pharmacy aid and check the quantity according to the requirement. എന്ത് ചെയ്യുന്ന ആ മെഡിസിന് ആ നേഴ്സ് ചെന്ന് റിസീവ് ചെയ്യുക, സ്വീകരിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യുന്ന അത് ക്വാണ്ടിറ്റി ആ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ചീട്ടിൽ കൊടുത്തത്ര എണ്ണം മെഡിസിനുകൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഗിവ് ദ മെഡിക്കേഷൻ ടു ദി പേഷ്യന്റ്. അതിനുശേഷം എന്ത് ചെയ്യുന്ന അവർ വാർഡിൽ അല്ലെങ്കിൽ ക്യാബിനില് റൂമിൽ വന്നിട്ട് ആ മെഡിസിൻ എന്ത് ചെയ്യുന്നു പേഷ്യന്റിന് കൊടുക്കുന്നു. വന്ന പാടെ പേഷ്യന്റിന് കൊടുക്കാണോ ചെയ്യുന്നത്? അവരൊന്നും കൂടി ചെക്ക് ചെയ്യൂ അല്ലെ, ആ പേഷ്യന്റ് തന്നെയാണോ എന്ന് ഉറപ്പിക്കും അല്ലെ. എന്തൊക്കെ ചോദിക്കും? പേഷ്യന്റിന്റെ ID നമ്പർ ചോദിക്കും, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ നോക്കും അല്ലെ, പേഷ്യന്റിന്റെ പേര് നോക്കും, ഏത് ഡോസ് എത്ര ഡോസേജിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ പ്രിസ്ക്രിപ്ഷൻ ചീട്ടിൽ നോക്കി കറക്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അഡ്വാൻസ് ആയിട്ട് ചിലപ്പോ എന്താണ് രാവിലെയുള്ള മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചക്കൽക്കുള്ളത് അല്ലെ, അവർക്ക് എന്ത് ചെയ്യും? ചിലപ്പോ സൂക്ഷിക്കേണ്ടത് വരും, അവര് ടേബിളിൽ സൂക്ഷിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ അത് അവർ സ്റ്റോർ ചെയ്യാനായിട്ട് സൂക്ഷിക്കുന്നതിനായിട്ട് കൊടുക്കുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യുന്ന ആ പേപ്പർ ആ പ്രിസ്ക്രിപ്ഷൻ ചീട്ടിന്റെ കോപ്പി വരെ ഫയലിനോടൊപ്പം സൂക്ഷിക്കുന്നു. ക്ലിയർ ആയോ? ടോം ക്ലിയർ ആയോ? ടോം മിസ് എടുത്തോട്ടെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലേ, ബാക്കിയെല്ലാം ക്ലിയർ അല്ലേ? ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് പറഞ്ഞു തരാനായിട്ട്, അതുകൊണ്ട് മിസ് ഒന്നുകൂടെ റിവൈസ് ചെയ്തതാണ്. ഉണ്ടോ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഉണ്ടോ ഫാർമസിയില് ക്ലിയർ ആവാൻ നിങ്ങൾക്ക്? ഉണ്ടോ ഫാർമസിയില് എന്തെങ്കിലും സെക്ഷൻ ഇനി ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? എന്ത് പറ്റി? ഒന്നാം തീയതി ആയിട്ട് ആർക്കും ഒരു ഉഷാറില്ലല്ലോ. പറ്റി ഓക്കെ മിസ് എടുക്കാതെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കണ്ടിന്യൂ ചെയ്തോട്ടെ മിസ്. ഓക്കെ നമ്മൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരെയാണ് അല്ലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മിസ്. ക്ലിയർ അല്ലേ? മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ മോഡ് ഏതാണ്? മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ മോഡ് ഏതാണ്? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ല എല്ലാവരും? ഹാൻഡ് ബോൺ മെത്തേഡ് ആണ് അല്ലെ. നെക്സ്റ്റ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? Dissemination can be either airborne droplet nuclei. Nuclei എന്ന് പറഞ്ഞാൽ a small particle residue of droplet that contain microorganisms which remain suspended in the air for long period of time. എന്ത് ചെയ്യുന്നുണ്ട്? ഡിസെമിനേഷൻ വ്യാപനം നടക്കുന്നുണ്ട്. എങ്കിൽ കൂടിയാണ് വ്യാപനം നടക്കുന്നത് എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസ് അല്ലെ. എയർബോണിലുള്ള ന്യൂക്ലിയയിലൂടെ ഡ്രോപ്ലെറ്റ് തുള്ളികളിലുള്ള ന്യൂക്ലിയയിലൂടെ. എന്താണ് ന്യൂക്ലിയ എന്ന് പറഞ്ഞാല്? എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്. എന്താണ്? റെസിഡ്യൂയില് അവശിഷ്ടങ്ങളിലുള്ള എന്താണ് നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ഉണ്ടാവുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡ്രോപ്ലെറ്റ്സ് അവശിഷ്ടങ്ങൾ. അതിലൂടെ എന്ത് ചെയ്യുന്നു? അതിലെ ചെറിയ പാർട്ടിക്കിൾ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് കണ്ടെയ്ൻ ആ ചെറിയ ചെറിയ സ്മോൾ കണികകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസ് സൂക്ഷ്മജീവികൾ അല്ലെ, മൈക്രോബ്സുകള് പാത്തജൻസ് അല്ലെ ഉണ്ടാവുന്നുണ്ട്. വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ
ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് എയറില് വായുവില് ഒരുപാട് സമയം നിലനിൽക്കുന്നുണ്ട് അല്ലേ? എയർ ബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ എന്ന് പറഞ്ഞാല് വായുവിലുള്ള നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നുള്ള എന്താണ് മൈക്രോബ്സുകള്, സൂക്ഷ്മാണുക്കള് അല്ലെ, ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവില് ഒരുപാട് സമയം തങ്ങി നിൽക്കുന്നുണ്ട്. ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾ, പൊടിപടലങ്ങളിലും ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷസ് ഏജന്റ്, അത് എന്ത് ചെയ്യുന്ന പകർച്ചവ്യാധികള്, ഇൻഫെക്ഷൻസ് പരത്തുന്നു. ക്ലിയർ ആയോ? വ്യാപനം എങ്ങനെയൊക്കെ? ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനം എങ്ങനെയൊക്കെ രീതിയിലാണ്? എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസ് അല്ലെ, എയർബോണിലുള്ള ഡ്രോപ്ലെറ്റിലുള്ള അല്ലെ തുള്ളികളിലുള്ള ന്യൂക്ലിയൈകള് എന്ത് ചെയ്യുന്നുണ്ട്? അത് കൂടാതെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളിലുള്ള എന്താണ് ന്യൂക്ലിയസ് ഇതുകള്, മൈക്രോബ്സുകള്, ഇൻഫെക്ഷൻസ് അല്ലെ, എന്താണ് പകർച്ചവ്യാധികൾ പരത്തുന്നു. നമ്മ എന്ത് ചെയ്യും? നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും അല്ലെ നമ്മുടെ അറിയാണ്ട് തന്നെ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ നിന്ന്, വായിന്റെ ഉള്ളിൽ നിന്ന് ഇതാവാറില്ലേ? വായുവിലേക്ക് പടരാറില്ലേ? ഞാനും ചുമക്കുകയും തുമ്മുകയും ചെയ്യാറില്ലേ? ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചുമക്കും തുമ്മും ചെയ്യുന്ന ആ തെറിക്കുന്ന അതിലെന്തുണ്ടാവാറുണ്ട്? നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആ തുള്ളികളിൽ ഉണ്ടാവും അല്ലേ? തുള്ളികളിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യും? കുറച്ചു നേരത്തേക്ക് അത് നശിച്ചു പോകാൻ കുറച്ച് സമയം ഉണ്ടാവും. ആ സമയം വരെ അതെന്ത് ചെയ്യും? നമ്മുടെ വായുവിൽ അല്ലെങ്കിൽ പൊടിപടലങ്ങളിൽ എന്ത് ചെയ്യും? തങ്ങി നിൽക്കും അല്ലെ? അപ്പൊ അതിലേക്ക് കൂടി, ആ വായുവിൽ കൂടി, അതല്ലെങ്കിൽ അവിടെ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വേറൊരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയാളുടെ ബോഡിയിലേക്ക് കയറും അല്ലെ, ശരീരത്തിലേക്ക് കയറും. അങ്ങനെ ഇൻഫെക്ഷൻസ്, പകർച്ചവ്യാധികൾ പടരുന്നു. ക്ലിയർ ആയോ? എയർബോൺ ട്രാൻസ്മിഷൻ, വായുവിലൂടെയുള്ള പ്രക്ഷേപണം. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ് അല്ലേ? നമ്മൾ സ്ഥിരം പറയുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. വായിൽ കൂടി പടരുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം എന്താണ്? നമ്മൾ ചുമക്കുക തുമ്മുക ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തില് വായുവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻസ് നമ്മ തന്നെ വരുത്തുന്നുണ്ട് അല്ലെ? നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മ തന്നെ അത് പരത്തുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? മറ്റുള്ള ആളുകളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു ആ ഇൻഫെക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ എന്ന് പറഞ്ഞാല് ഏജൻസ് ആണ് കേട്ടോ. വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏജൻസ്, കോമൺ ഏജൻസ്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമുക്ക് ട്രാൻസ്മിഷൻ ഇൻഫെക്ഷൻസ് പകരുന്നത് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഏജൻസ് വഴിയാണെന്ന്. ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റഡ് ടു ദി ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് സച്ച് ആസ് ഫുഡ്. എന്തിലേക്ക് കൂടി പകരുന്നുണ്ട്? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, മലിനമായിട്ടുള്ള ഐറ്റംസിൽ കൂടെ അല്ലെ, സച്ച് ആസ് ഫുഡ്, ഭക്ഷണത്തിൽ കൂടി പകരാം, വെള്ളത്തിൽ കൂടി പകരാം, മെഡിക്കേഷൻസ്, മരുന്നുകളിൽ കൂടി, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സുകൾ, ഉപകരണങ്ങളും എക്യുപ്മെന്റിൽ കൂടിയൊക്കെ പകരാം. നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ? എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, ഇൻഫെക്ഷൻ ബാധയുണ്ടായിട്ടുള്ള, മലിനമായിട്ടുള്ള എന്താണ്? ഫുഡിൽ കൂടി, ഭക്ഷണത്തിൽ കൂടി, വെള്ളത്തിൽ കൂടി, മെഡിക്കേഷൻസിൽ കൂടി, ഡിവൈസസ് അല്ലെ, ഉപകരണങ്ങളിൽ കൂടി, എക്യുപ്മെന്റുകളിൽ കൂടിയൊക്കെ എന്താണ്? കത്തീറ്ററൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഡ്രെയിൻസിന്റെ ഭാഗമായി അല്ലെ, ചെറിയ ട്യൂബുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ എന്താണ് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ട്രക്കിയോസ്റ്റമി അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായി അതിലേക്കൂടിയുള്ള ഡിവൈസസിൽ കൂടി പകരാം. അതല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, തെർമോമീറ്റർ, നെബുലൈസേഷൻ മാസ്കുകള് അല്ലെ, തെർമോമീറ്റർ അല്ലെ, BP അപ്പാരറ്റസ് അല്ലെ, അതിലേക്കൂടിയൊക്കെ പകരാം. ക്ലിയർ ആയോ?
Okay. Next, vector borne transmission. Vector borne transmission എന്ന് പറഞ്ഞാല് vector borne എന്ന് പറഞ്ഞാല് living organisms. Living organismsൽ കൂടെ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്, പകരുന്നത്? This occurs when such as mosquitoes. Mosquitoes നമുക്ക് പകർത്താറുണ്ട് അല്ലെ, കൊതുകിൽ കൂടി പകരാറില്ലേ? ചിക്കുൻഗുനിയ അല്ലെ, ഡെങ്കിപ്പനി അല്ലെ, അതൊക്കെ നമുക്ക് കൊതുകല്ലേ പകർത്തുന്നത്, സ്പ്രെഡ് ചെയ്യിക്കുന്നത്. അങ്ങനെ മോസ്കിറ്റോസിൽ കൂടി, ഫ്ലൈസ് ഈച്ചയിൽ കൂടി പകരാം. എന്താണ്? മലിനമായിട്ടുള്ള അല്ലെ, എന്താണ് അത്, ഭക്ഷണത്തിൽ വന്നിരിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ വന്നിരിക്കുക അല്ലെ, അങ്ങനെയൊക്കെ പകരാം. റാറ്റ്സ് എലികളിൽ നിന്ന് അല്ലെ, എലിപ്പനിയൊക്കെ വരുന്നില്ലേ, എലികൾ കൂടി. ആൻഡ് അതർ വേർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. മറ്റുള്ള കീടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ സൂക്ഷ്മാണുക്കളെ, ഇൻഫെക്ഷൻസിനെ കടത്തിവിടുന്നുണ്ട്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ് കടത്തിവിടുന്നുണ്ട്. ക്ലിയർ ആയോ? വെക്ടർ ബോൺ എന്ന് പറഞ്ഞാല് ലിവിങ് ഓർഗാനിസംസ്. എന്താണ്? നമ്മുടെ ജീവനുള്ള ഇതിൽ കൂടി, എന്താണ്? മോസ്കിറ്റോസ് കൊതുകുകളിൽ കൂടി, ഈച്ചയിൽ കൂടി, റാറ്റ്സ് എലിയിൽ കൂടി അല്ലെങ്കിൽ മറ്റുള്ള കീടങ്ങളിൽ കൂടിയൊക്കെ ഒരാളുടെ ശരീരത്തിൽ നിന്ന്, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ്, സൂക്ഷ്മാണുക്കളെ, പാത്തജൻസിനെ, രോഗാണുക്കളെ കടത്തിവിടുന്നുണ്ട്. ക്ലിയർ ആയോ? എങ്ങനെയൊക്കെയാണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതൊക്കെയാണ്? ഡയറക്റ്റ് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ അല്ലെ, എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെ, സ്കിൻ ടു സ്കിൻ ടച്ചിലൂടെ, ബോഡി ടു ബോഡി ടച്ചിലൂടെയൊക്കെ ഒരു പേഴ്സന്റെ ബോഡിയിൽ നിന്ന് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് മൈക്രോബ്സുകൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് നേരിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാല് പകർച്ചവ്യാധി, ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച സാധനങ്ങള്, ഇൻസ്ട്രുമെന്റ്സുകള്, അതല്ലെങ്കിൽ അയാളിൽ ഉപയോഗിച്ച നീഡിൽസുകള്, അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സുകള്, അല്ലെങ്കിൽ അയാളിൽ ഉപയോഗിച്ച ഗ്ലൗസുകള് എന്താണ് മാറ്റാതെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാര് മറ്റൊരാളുടെ ശരീരത്തിൽ വേറൊരു പേഷ്യന്റിന്റെ യൂസ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഇൻഫെക്ഷൻസ് പകരുന്നുണ്ട്. ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെ, ബ്ലഡിലൂടെയൊക്കെ ഇൻഫെക്ഷൻ പകരുന്നു. ഡ്രോപ്ലെറ്റ്സ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് തുള്ളികളിൽ കൂടി അല്ലെ, എന്താണ്? നമ്മൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ആ തുള്ളികൾ മറ്റൊരാളിൽ തെറിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ തെറിച്ച ആൾക്കും ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് എയർ ബോൺ ട്രാൻസ്മിഷൻ. എന്താണ്? സൂക്ഷ്മാണുക്കള് എയറിലുള്ള ചെറിയ പാർട്ടിക്കിൾസിൽ അല്ലെ, ചെറിയ ചെറിയ കണികകളിൽ അല്ലെങ്കിൽ പൊടിപടലങ്ങളിൽ തങ്ങി നിന്നിട്ട് കുറച്ചു നേരത്തേക്ക് തങ്ങി നിന്നിട്ട് അതെന്ത് ചെയ്യുന്നു? മറ്റാളുകളുടെ ഇൻഫെക്ഷൻ വേറെ പേഷ്യൻസിൽ അല്ലെങ്കിൽ വേറെ ആളുകളിൽ എന്ത് ചെയ്യുന്നു? ഈ ഇൻഫെക്ഷൻ ബാധ സ്പ്രെഡ് ചെയ്യുന്നു, പകരുന്നു. നെക്സ്റ്റ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഏജൻസുകൾ. അതെന്താണ്? ഫുഡിൽ കൂടി, ഭക്ഷണങ്ങളിൽ കൂടി, വെള്ളത്തിൽ കൂടി, മെഡിക്കേഷനുകളിൽ കൂടി, ഡിവൈസുകൾ. എന്താണ്? എന്തെങ്കിലും പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഡ്രെയിൻസുകൾ, ട്യൂബുകളിൽ കൂടി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസുകളിൽ കൂടി, അതല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്, ഉപകരണങ്ങളിൽ കൂടിയൊക്കെ ഇൻഫെക്ഷൻസ് പകരുന്നു. നെക്സ്റ്റ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ലിവിങ് ഓർഗാനിസംസ് വഴി, എന്താണ്? ഈച്ച, കൊതുക്, എലി, പിന്നെ എന്താണ്? മറ്റുള്ള കീടങ്ങളിൽ കൂടിയൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സൂക്ഷ്മാണുക്കള് പകരുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഇതിനൊക്കെ എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ്, തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? Controlling nosocomial infection is to implement QA, quality assurance and quality control measures to the healthcare sectors. എന്താണ് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ? അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളില്, ക്ലിനിക്കുകളില്, പിന്നെ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന
സർവീസുകൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുള്ളതാണ്? ഗുണനിലവാരം ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? ഗുണനിലവാര നിയന്ത്രണം നടത്തിയിട്ടൊക്കെ ചെയ്യുക. ഇപ്പൊ നമ്മ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ അല്ലെ, ഇപ്പൊ മിസ് പറയാം, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ, ലാബുകളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ സാനിറ്റേഷൻ ചെയ്യുക, ക്ലീനിങ് അല്ലെ, ശുചിത്വം ഒക്കെ ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാല് പകരോ സൂക്ഷ്മാണുക്കൾ പകരോ ഇൻഫെക്ഷൻ പകരോ. പിന്നെ എന്താണ്? കൈ കഴുകുക അല്ലെ, ഒരാളെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഒരാളെ ചെക്കപ്പ് ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെ, നല്ല രീതിയിൽ കൈ കഴുകുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഒക്കെ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോവില്ലേ? അപ്പൊ എന്താണ്? ക്വാളിറ്റി അഷുറൻസ് എന്താണ്? ഗുണനിലവാരം ഉറപ്പ് വരുത്തിയിട്ടും ഗുണനിലവാര നിയന്ത്രണം ചെയ്തിട്ടുമുള്ള സർവീസുകൾ, സേവനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങള് ചെയ്യുക ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ. ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി ഫീസിബിൾ അപ്രോച്ച്. എന്താണ്? എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് കൊണ്ടുവരിക, പ്രായോഗിക സമീപനം. എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക. ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അത് കളക്ട് ചെയ്യൂലെ, അതിനാവശ്യമായിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മ റിസർച്ച് ചെയ്യൂലെ അല്ലെ, റിസർച്ച് അല്ലേ ചെയ്യുന്നത്? ഏതൊക്കെ രീതിയിലാണ് ഈ ഇൻഫെക്ഷൻ പകരുന്നത്, ഇത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ഇപ്പൊ കൊറോണ വന്നപ്പോ നമ്മളടുത്ത് എന്ത് പറഞ്ഞു? മാസ്ക് ധരിക്കാൻ പറഞ്ഞു അല്ലേ, സാനിറ്റൈസ് ചെയ്യാൻ പറഞ്ഞു. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം? വെറുതെ പറയോ? അവര് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്, എന്താണ്? അവർക്ക് കിട്ടിയിരിക്കുന്ന എവിഡൻസ് കളക്ട് ചെയ്തിട്ടായിരിക്കും അല്ലെ അവരങ്ങനെ പറഞ്ഞത്. ഇപ്പൊ മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മേത്ത് ഇൻഫെക്ഷൻ ബാധിക്കില്ല എന്ന് അവരത് മനസ്സിലാക്കിയിട്ടായിരിക്കും. അല്ലാണ്ട് വെറുതെ പറയോ? വെറുതെ പറയോ? ഇല്ല. അങ്ങനെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു സമീപനം കൊണ്ടുവരിക. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? ഒരു ഇൻഫെക്ഷൻസ് ഒരു ഏരിയയില്, ഒരു ഭാഗത്ത്, ഒരു കമ്മ്യൂണിറ്റിയില് ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാണ് കണ്ടുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക? അതിനു വേണ്ടിയുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക. എന്നിട്ട് അവര് നോക്കൂലേ, ഇപ്പൊ നിപ്പ വൈറസ് വന്നപ്പോ ചെയ്തില്ലേ? അവർ എവിഡൻസ് കളക്ട് ചെയ്ത് അല്ലെ, എന്നിട്ട് അവര് പറഞ്ഞു ഇന്നതിൽ നിന്നാണ് അല്ലെ, വവ്വാലിൽ നിന്നാണ് അല്ലെ, ബാറ്റിൽ നിന്നാണ് ഇൻഫെക്ഷൻസ് വരുന്നത് പറഞ്ഞില്ലേ? വെറുതെ പറഞ്ഞതാണോ? വെറുതെ പറഞ്ഞതാണോ അവര്? അല്ലല്ലോ. അവരെന്ത് ചെയ്ത്? അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഒരു പേഷ്യന്റിനെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരത് റിസർച്ച് നടത്തും അല്ലെ, അവരതിനെ കുറിച്ച് പഠിക്കും, അന്വേഷിക്കും, ഇവർക്ക് എവിടെ നിന്നാണ് അസുഖം വന്നത് അല്ലെ. അങ്ങനെ എവിഡൻസ് ബേസ് ചെയ്ത് കാണിട്ട് അവരെന്ത് ചെയ്യും? അതിനു വേണ്ടി പഠനങ്ങൾ നടത്തിയിട്ടാണ് കണ്ടെത്തിയത്. അങ്ങനെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് കൊണ്ടുവരിക, അപ്രോച്ച് കൊണ്ടുവരിക. ക്ലിയർ ആയോ? എന്താണ്? എല്ലാ ഹെൽത്ത് കെയർ സെക്ടേഴ്സിലും നമ്മൾ പറഞ്ഞു എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല ലഭിക്കുന്നത്, എന്താണ്? അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ലഭിക്കാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഹെൽത്ത് കെയർ സെക്ടേഴ്സിലും എന്താണ്? ഗുണനിലവാരം, അവിടെ നിന്ന് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് നൽകുന്ന കാര്യങ്ങൾ അല്ലെ, അതെന്താണ്? ഗുണനിലവാരം ഉറപ്പ് വരുത്തിയതും ഗുണനിലവാര നിയന്ത്രണം ചെയ്തതുമായിരിക്കുക. ഇപ്പൊ ലാബുകളിൽ നിന്ന് എന്ത് ചെയ്യും? ടെസ്റ്റുകൾ ചെയ്യും അല്ലെ, ഇല്ലേ? യൂറിൻ പരിശോധിക്കും, ബ്ലഡ് പരിശോധിക്കും അല്ലെ, ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ഗുണനിലവാരം ഉറപ്പ് വരുത്തിയതും ഗുണനിലവാര നിയന്ത്രണം നടത്തിയതുമായിരിക്കുക. പിന്നെന്താണ്? എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം എല്ലായിടത്തും സ്വീകരിക്കേണ്ടത്. നെക്സ്റ്റ്, these are following ways to prevent
ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ്? ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള, തടയാനുള്ള മാർഗങ്ങൾ? ഫസ്റ്റ് നോക്കിയേ, സാനിറ്റേഷൻ, ശുചീകരണം. ശുചീകരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ വീടുകളിൽ സൺഡേ വന്നു കഴിഞ്ഞാല് ചെയ്യാറുണ്ട് മിക്ക വീടുകളിലും, അല്ലേ? സാനിറ്റേഷൻ പ്രോസസ്സുകൾ നടത്താറില്ലേ? ക്ലീനിങ് നടത്തൂ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ആ ക്ലീനിങ് നടത്തുന്നത്? മഴക്കാലത്തൊക്കെയാണ് കൂടുതലായിട്ട് ക്ലീനിങ് പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ അല്ലെ? ഡെങ്കി ഫീവർ അല്ലെ, ചിക്കൻ ഗുനിയ അല്ലെ, ഫീവറിനെ പ്രിവെന്റ് ചെയ്യാൻ. അങ്ങനെയുള്ള സാനിറ്റേഷൻ, ശുചിത്വം, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ കൺസേണിംഗ് യൂണിഫോംസ്, equipment, sterilization, washing and other പ്രിവെന്റീവ് മെഷേഴ്സ്. എന്താണ്? ഹോസ്പിറ്റലുകളിലെ സാനിറ്റേഷൻ പ്രോട്ടോകോളുകൾ കൊണ്ടുവരിക, ശുചീകരണ നടപടിക്രമങ്ങള് കൊണ്ടുവരിക. എന്തൊക്കെയാണ്? യൂണിഫോമുകള്, എക്യുപ്മെന്റ്, സ്റ്റെറിലൈസേഷൻ അല്ലെ, രോഗികളിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകള് സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അല്ലേ? CSSD-ല് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അപ്പൊ എക്യുപ്മെന്റുകളൊക്കെ എന്താണ്? ഒരാളിൽ ഉപയോഗിച്ച എക്യുപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്തിട്ട് അല്ലെ, അണുവിമുക്തമാക്കിയിട്ട് ഉപയോഗിക്കുക. വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷർ. എന്താണ്? വാഷിങ്ങും കഴുകലും മറ്റുള്ള അതർ പ്രിവെന്റീവ് മെഷേഴ്സുകളൊക്കെ, മറ്റുള്ള എന്താണ് രോഗങ്ങള് വരുന്നത് തടയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. Thorough hand washing and or use of alcohol drugs by all medical personnel before and after each patient's contact is one of the most effective ways to fight nosocomial infections. എന്താണ്? thorough ആയിട്ട് അല്ലെ, thorough ആയിട്ട്. എന്താണ് thorough ആയിട്ട് കൈകഴുകാന്ന്? നല്ല രീതിയിൽ ആര് കൈകഴുകുക? മെഡിക്കൽ പേഴ്സൺ. എന്താണ്? ഒരു രോഗിയെ പരിശോധിക്കുന്നതിന് മുമ്പും പരിശോധിച്ചതിന് ശേഷവും എന്താണ്? ആ മെഡിക്കൽ സ്റ്റാഫ്, മെഡിക്കൽ പേഴ്സണ് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പകരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള ഇഫക്റ്റീവായ, കാര്യക്ഷമമായ ഒരു രീതിയാണ് ഹാൻഡ് വാഷിംഗ്. ക്ലിയർ ആയോ? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനുള്ള ഏറ്റവും ഇഫക്റ്റീവായ, കാര്യക്ഷമമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹാൻഡ് വാഷിംഗ് ആണ്. അണുവിമുക്തമാക്കും. ഹാൻഡ് വാഷിംഗ് അതെങ്ങനെയാണ്? ഒരു പേഴ്സൺ അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ രോഗിയായിട്ട് ചെല്ലണമെങ്കിൽ നമ്മൾ ചെക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ചെക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ പരിശോധിക്കുന്ന മെഡിക്കൽ പേഴ്സൺ എന്ത് ചെയ്യുക? ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അയാളിൽ കൂടിയുള്ള സ്പ്രെഡിങ് തടയാൻ അല്ലെ, പകരുന്നത് തടയാൻ പറ്റും അല്ലേ? അയാൾ കൈയെഴുതുന്നതിലൂടെ തടയാൻ പറ്റില്ലേ? Sterilizing surface is part of control measures to reduce lessen nosocomial infection in healthcare environment. Notwithstanding sanitation protocol, patients cannot be completely isolated from communicable agents. എന്താണ്? Sanitizing surface is a part of control measures to reduce lessen nosocomial infections in healthcare. എന്താണ്? സാനിറ്റൈസിങ് സർഫസുകൾ അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു, ഒരാള് ഒരു സർഫസിൽ തൊട്ട് കഴിഞ്ഞ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാൾ ഒരു സർഫസിൽ തൊട്ട്, അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ആ സർഫസിൽ നിന്ന് അല്ലെ, ആ പ്രതലത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഇൻഫെക്ഷൻ ബാധ വരില്ലേ? നമ്മ പറഞ്ഞു ഒബ്ജക്റ്റീവ്സിൽ അല്ലെ. ഇപ്പൊ ഹാൻഡിലിന്റെ പിടിമ പിടിച്ചു കഴിഞ്ഞാല് ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാള് ഒരു ഹാൻഡിലിന്റെ പിടിമ പിടിച്ചു കഴിഞ്ഞാല്, ആ പിടി വേറൊരാള് പിടിച്ചു കഴിഞ്ഞാല്, ആ ഡോറിന്റെ ലോക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നില്ലേ?
അതേപോലെ അപ്പൊ എന്ത് ചെയ്യുക, ഓരോ സർഫസുകളും എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, എന്താണ്, ശുചീകരിക്കുക, വൃത്തിയാക്കുക. ഇതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനായിട്ട് പറ്റും. എന്താണ്, പ്രതലങ്ങള് ശുചീകരിക്കുന്നത്. Not with environment, not with the standing sanitation protocol, patient cannot be completely isolated from communicable agents. നമ്മിങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുക, എല്ലാ പ്രതലങ്ങളും സാനിറ്റൈസ് ചെയ്യുക, അതൊക്കെ ചെയ്താൽ പോലെ എന്താണ്, നമുക്ക് പൂർണ്ണമായും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇൻഫെക്ഷൻസ് അല്ലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റോ, നിയന്ത്രിക്കാൻ പറ്റോ? എന്താണ്, ഒരു പരിധി വരെ അല്ലേ, അല്ലേ, അത്രയല്ലേ പറ്റുള്ളൂ. ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ. മോറോവർ പേഷ്യൻസ് care of advised to make antibiotics and other antimicrobial drugs to help treat illness. അപ്പൊ നമുക്കറിയാം, നമ്മ ഒരു ആന്റിബയോട്ടിക്സ് അതല്ലെങ്കിൽ ആന്റിബോഡീസ്, ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ മിക്കവാറും അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരാറുണ്ട്, ആന്റിബയോട്ടിക്സുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അല്ലെ, അവര് സ്റ്റാർട്ട് ചെയ്യാറില്ലേ, മിക്ക ഹോസ്പിറ്റലുകളിലും. ചിലപ്പോ ആ കോഴ്സിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ, ആന്റിബയോട്ടിക്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ, മൈക്രോബിയൽ വൈറസ്, അതായത് ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനെ കിൽ ചെയ്യുന്നത്, അതിനെ നശിപ്പിക്കുന്നതിനുള്ളതാണ് ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകൾ, ആന്റിബയോട്ടിക്സുകൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ അഡ്വൈസ് ചെയ്യുന്നത്, നമുക്ക് നിർദ്ദേശിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൽനെസ്സിനെ അല്ലെ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ കൊല്ലുന്നതിനായിട്ട്, നശിപ്പിക്കുന്നതിന്, ഹെൽപ്പ് ട്രീറ്റ് ഇൽനെസ്, എന്താണ്, ചികിത്സിക്കുന്നതിന് സഹായിക്കുന്നു. ദിസ് മേ enlarge selection pressure for the emergence resistant strain. ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ കഴിക്കുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൽ കയറുന്ന മൈക്രോബ്സുകളെ അല്ലെങ്കിൽ പാത്തജൻസിനെ നശിപ്പിക്കാനുള്ള പവർ നമുക്ക് ലഭിക്കുന്നു. ക്ലിയർ ആയോ? അതൊക്കെ എന്തൊക്കെയാണ്, ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന യൂണിഫോമുകൾ, എക്യുപ്മെന്റ്സുകള്, അതൊക്കെ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുകയും വാഷിങ് അല്ലെ, എന്താണ്, കഴുകുക, അതല്ലെങ്കിൽ എന്താണ്, മറ്റുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, എന്താണ്, അണുക്കളെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഇപ്പൊ സാനിറ്റേഷൻ ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഐസൊലേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള രീതികൾ, അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴുകൊക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള മെത്തേഡുകൾ സ്വീകരിക്കുക. പിന്നെ എന്താണ്, നമ്മെ തൊറോ ആയിട്ട് എന്താണ്, നല്ല രീതിയിൽ കൈ കഴുകുക. ആരാണ്, മെഡിക്കൽ പേഴ്സണ് എന്താണ്, ഒരു പേഷ്യന്റിനെ പരിശോധിക്കുന്നതിന് മുമ്പും ശേഷവും അവരുടെ കൈകള്, ഹാൻഡ് നല്ല രീതിയിൽ കഴുകുന്നത് ഒരു പരിധി വരെ എന്താണ്, നോസോകോമിയൽ, എന്താണ്, കാര്യക്ഷമമായി നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പകരുന്നത് തടയാൻ സാധിക്കുന്നു. പിന്നെ എന്താണ്, പ്രതലങ്ങള് സാനിറ്റൈസ് ചെയ്യുക. പിന്നെ എന്താണ്, സാനിറ്റേഷൻ പ്രോട്ടോകോളുകൾ അല്ലെ, ഒക്കെ പാലിക്കുന്നത് ഒരു പരിധി വരെയും നമുക്ക് സൂക്ഷ്മാണുക്കളെ, പാത്തജൻസിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവരിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകൾ എന്താണ്, അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന മൈക്രോബ്സുകളെ അല്ലെങ്കിൽ പാത്തജൻസിനെ നശിപ്പിക്കാനുള്ള പവർ, അവർക്ക് അതിനുള്ള ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കുന്നു. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ശുചീകരണം, സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശുചീകരണം. ക്ലിയർ ആയോ?
ക്ലിയർ ആയില്ലേ? എന്തു പറ്റി? ആരും നമുക്ക് അറിയാത്തേ? മനസ്സിലാവാണ്ടാണോ? എന്തു പറ്റി? ഇന്ന് ആർക്കൊരു ഉഷാറില്ലല്ലോ. ഇന്ന് കുറെ പേര് ആബ്സെന്റ് ആണ്. എന്തു പറ്റി? ഇന്ന് ഫ്രൈഡേ ആയ കാരണമാണോ? വീക്കെൻഡ് ആയ കാരണമാണോ? എന്തു പറ്റി? റിപ്പീറ്റ് പറയണോ? റിപ്പീറ്റ് പറയാം. എന്താണ് ഹോസ്പിറ്റലുകളിൽ എന്താണ് സാനിറ്റേഷൻ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കുക? പറയാം, മിസ് പറയാം. സാനിറ്റേഷൻ പ്രോട്ടോകോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സാനിറ്റേഷൻ ചെയ്യുക? ഇതിൽ കുറച്ച് എക്സാമ്പിൾ മാത്രം തന്നിട്ടുള്ളൂ. നിങ്ങൾ തന്നെ പറഞ്ഞേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കാം. അപ്പൊ ഒന്നും കൂടെ കുറച്ചും കൂടെ ക്ലിയർ ആ മിസ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അവർ സാനിറ്റേഷൻ ചെയ്യണം ഒന്ന് പറയോ? പറയ്. ഹാൻഡ് വാഷ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് യൂണിഫോമുകള്, എക്യുപ്മെന്റുകള്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? ബെഡ്ഷീറ്റുകൾ വേണ്ടേ? പില്ലോ കവേഴ്സ് വേണ്ടേ? ലിനൻസ്. അപ്പൊ എന്താണ് അങ്ങനെ നമ്മ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽ ഇതിൽ ജസ്റ്റ് യൂണിഫോംസും എക്യുപ്മെന്റ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? അവര് സ്റ്റെറിലൈസ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ സാനിറ്റേഷൻ കഴുകുക അല്ലെ, വാഷ് ചെയ്യുക. ലിനനൊക്കെ എന്താ ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും അവർക്ക്. ലിനനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ, ബെഡ്ഷീറ്റുകളൊക്കെ അവർക്ക് റൂം ക്ലീൻ ചെയ്യുക. പിന്നെ വേസ്റ്റ് ഇടുന്ന ഇതുണ്ടാവും അല്ലെ, ഡസ്റ്റ്ബിന്നുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ലിനനൊന്നും അവർക്ക് കഴുകാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യുക? അത് വാഷ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ് യൂണിഫോമുകൾ കഴുകുക. പിന്നെ എക്യുപ്മെന്റുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെ. സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് വെച്ചിങ്ങാണ്ട് സ്റ്റെറിലൈസ് ചെയ്യുക. ഓട്ടോക്ലേവിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചാലേ? നിങ്ങൾ പഠിച്ച ഓട്ടോക്ലേവിംഗ്, റേഡിയേഷൻ. അപ്പൊ ഇതെന്താ? സ്റ്റീം ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഹീറ്റ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഗ്യാസ് ഉപയോഗിച്ച് അല്ലെ. അപ്പൊ എന്താണ്? പല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പൊ എക്യുപ്മെന്റുകളൊക്കെ എന്ത് ചെയ്യാം? സ്റ്റെറിലൈസ് ചെയ്യുക. യൂണിഫോമുകൾ അവരെന്ത് ചെയ്യുക? കഴുകുക. പിന്നെ അതല്ലാത്ത അതർ പ്രിവെന്റീവ് മെഷേഴ്സ് എന്താണ്? റൂമുകൾ അവരെങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ പ്രതലങ്ങൾ, ഇപ്പൊ സർഫസുകൾ അവരെങ്ങനെയായിരിക്കും ക്ലീൻ ചെയ്യുന്നത്, അണുവിമുക്തമാക്കുന്നത്? കെമിക്കൽസ് അല്ലെ, ഫിനോയില്, ഡെറ്റോളുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവര് തുടക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായത് എന്താണ്? ഹോസ്പിറ്റലുകളില് എന്താണ് മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. എന്താണ്? യൂണിഫോം, എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യും? സ്റ്റെറിലൈസ് ചെയ്യുന്നു, യൂണിഫോമുകൾ കഴുകുന്നു. ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, മറ്റുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള രോഗാണുക്കൾ പടരുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ നമ്മ പറഞ്ഞു അല്ലെ, എന്താണ് പ്രതലങ്ങൾ എന്ത് ചെയ്യുന്ന കെമിക്കൽസ്, അതല്ലെങ്കിൽ ഡെറ്റോൾ, ഫിനോയിലൊക്കെ വെച്ച് തുടക്കുന്നത്, അതൊരു പ്രിവെന്റീവ് മെഷർ അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അത് ക്ലിയർ ആയോ? ആ സെന്റൻസ് ക്ലിയർ ആയോ ട്ടോ? ഓക്കെ. Thorough hand washing and or use of alcohol drugs by all medical persons before and after each patient's contact. പറഞ്ഞോ ട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നല്ല രീതിയിൽ കൈ കഴുകുക, തൊറോ ആയിട്ട് അവര് കൈ കഴുകുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആൽക്കഹോൾ റബ്ബുകൾ അല്ലെ, സാനിറ്റൈസർ ഒക്കെ ഉണ്ട് അല്ലെ. കൊറോണ വന്നപ്പോ എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെയാണ്. ഉണ്ടായില്ലേ? എല്ലാവരുടെ കയ്യിലും സാനിറ്റൈസർ ഉണ്ടായി, ബാഗിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടായി അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൽക്കഹോൾ ഡ്രഗ്സുകളൊക്കെ യൂസ് ചെയ്ത് കണ്ട് അവർ എന്ത് ചെയ്യുക? എന്താണ്? ഒരു മെഡിക്കൽ പേഴ്സൺ ഒരു പേഷ്യന്റിനെ തൊടുന്നതിന്, അവരെ ചെക്കപ്പ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും
കൈ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക. അപ്പൊ എന്ത് പറ്റുന്നുണ്ട്, നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല മോസ്റ്റ് ഇഫക്റ്റീവ് ആയ രീതിയിൽ, കാര്യക്ഷമമായ രീതിയിൽ തന്നെ തടയാൻ സാധിക്കുന്നുണ്ട്. അത് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, സാനിറ്റൈസിങ് surface is part of control measure to reduce lessen nosocomial infection in healthcare environment, notwithstanding sanitization protocol. എന്താണ് സാനിറ്റൈസേഷൻ സർഫേസുകൾ? എന്താണ് നമ്മൾ പറഞ്ഞു? സർഫേസുകളെ സാനിറ്റൈസ് ചെയ്യുക, ശുദ്ധീകരിക്കുക. അതെന്ത് രീതിയിലായിരിക്കാം? സാനിറ്റൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുക അല്ലെ, അതല്ലെങ്കിൽ ഫിനോയില്, ഡെറ്റോള് അല്ലെങ്കിൽ അതർ ഇൻഫെക്ഷൻസ് തടയുന്ന സാധനങ്ങളെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്യുക അല്ലെ, വൃത്തിയാക്കുക. അതെന്തുണ്ട്? ഇസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് എന്തുണ്ട്? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പകരുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്, പ്രതലങ്ങള് ക്ലീനിങ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു ഇൻഫെക്ഷൻസ് അല്ലെ പകരുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട്, ഹെൽത്ത് കെയർ എൻവയോൺമെന്റില് കുറയ്ക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. Okay, next, patients cannot be completely isolated from communicable agents environment. Notwithstanding sanitation protocol, patient cannot be completely isolated from communicable agents. എന്താണ്? Notwithstanding sanitation protocol. ഇങ്ങനെയുള്ള സാനിറ്റൈസേഷൻ പ്രോട്ടോകോളുകൾ അല്ലെ നമ്മ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ പകരുന്നത് തടയാൻ സാധിക്കുന്നില്ല അല്ലെ. ഒരു പരിധി വരെ ഈ സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ്? ഒരു പരിധി വരെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സാധിക്കുന്നുള്ളൂ. ക്ലിയർ ആയോ അത്? Okay, next പറഞ്ഞിരിക്കുന്നത്, moreover patients are often advised to make antibiotics and other antimicrobial drugs to help treat illness. എന്താണ്? അവരുടെ അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സുകൾ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്ന അല്ലെ, ഡോക്ടർ ഉപദേശിച്ചു കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകൾ അതല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ദിസ് മേ enlarge the selection pressure for the emergence of resistant strain. എന്താണ്? അവരുടെ ശരീരത്തിൽ ആ പേഷ്യന്റിന്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന പാത്തജൻസിനെ അതല്ലെങ്കിൽ മൈക്രോബ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? കില്ല് ചെയ്യാനായിട്ട് അല്ലെ, നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ ആന്റിബയോട്ടിക്സ്. ഡോക്ടേഴ്സ് ഉപദേശിച്ചു കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകൾ ഈ പേഷ്യന്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിൽ കയറുന്ന പാത്തജൻസിനെ അല്ലെങ്കിൽ മൈക്രോബ്സുകളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ? ആന്റിബയോട്ടിക് നമുക്ക് സാധാരണ നോർമൽ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സുകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അണുക്കളെ നശിപ്പിച്ച് കളയും അല്ലെ, രോഗാണുക്കളെ നശിപ്പിച്ച് കളയില്ലേ? കളയും. അപ്പൊ എന്തെങ്കിലും ഇൽനെസ്സിന് അവര് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഇൽനെസ്സിന് ഒരു ഡോക്ടർ ആന്റിബയോട്ടിക്സ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തില് പിന്നെ ഇൻഫെക്ഷൻ ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തടയില്ലേ? ഒരുവിധം പവറുള്ള ഒരു ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ അണുക്കളെ നശിപ്പിച്ച് കളയുന്നില്ലേ?
എന്താണ് കുറച്ചും കൂടി ഡോസ് ഉള്ള മെഡിസിൻ ആന്റിബയോട്ടിക്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അണുക്കള അല്ലെ അധികം ഗുരുതരമില്ലാത്ത അണുക്കളൊക്കെ ആണെങ്കിൽ ചെറിയ അധികം എഫക്റ്റ് ഇല്ലാത്ത അണുക്കളൊക്കെ ആണെങ്കിൽ എന്താണ് അതിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? സാനിറ്റേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങളാണ് അല്ലെ. അപ്പൊ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ പല രീതിയിൽ ചെയ്യാം. നമ്മ വീട്ടില് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു രീതി മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല അല്ലെ, പല മെത്തേഡുകൾ അല്ലെ. എന്താണ് ക്ലോത്തുകൾ കഴുകാറുണ്ട് അല്ലെ, പിന്നെ എന്താണ് എന്ത് ചെയ്യാറുണ്ട്? തുടയ്ക്കാറുണ്ട് അല്ലെ, ഇല്ലേ? ഇല്ലേ? അങ്ങനെ പല രീതി എന്താണ് സാനിറ്റൈസേഷൻ ചെയ്യുക. അപ്പൊ ഇതിൽ നോക്കിയേ, വാഷിംഗ് ചെയ്യുന്നുണ്ട്, കഴുകുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്. അത് പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ശുചീകരണം നടത്തുക. ക്ലിയർ ആയോ? അപ്പൊ ഓക്കെ, ഇന്ന് മിസ് എടുത്തത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ മിസ് ഇത്ര എടുക്കുന്നുള്ളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നത്തെ ഭാഗം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മിസ് ഇന്ന് ഫാർമസിയുടെ ആ സെക്ഷനും ഇതുമായിട്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.